ഹായ് മക്കളെ, നമസ്കാരം. ഈ 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി നിങ്ങൾ ആപ്ലിക്കേഷൻ വഴിയും സ്കൂളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ റിവിഷൻ സെക്ഷനാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കതിനെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കയ്യിലാക്കാം. ടെക്സ്റ്റ് ബുക്ക് ഒരു തവണയെങ്കിലും വായിച്ച് കഴിഞ്ഞവർക്കുള്ളതാണ് ഈ റിവിഷൻ സെക്ഷൻ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർമ്മയിൽ വെച്ചേക്കണം. എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും ഒരു തവണ ആ പാഠഭാഗം കൃത്യമായിട്ട് വായിക്കുക. പ്രത്യാശയുടെ കിരണങ്ങൾ, നേരെ ഇതിലേക്ക് പോരുക. പിന്നെ ആ പാഠഭാഗം ഒരു തവണ കൂടി നോക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാവില്ല. സെറ്റായിരിക്കും, ഇത് ഗ്യാരണ്ടി. ഓക്കെ, പ്രത്യാശയുടെ കിരണങ്ങൾ എഴുതിയിരിക്കുന്ന ആരാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ്. അപ്പോൾ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും കർമ്മം കൊണ്ട് ഡോക്ടറുമായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. 1940 ഏപ്രിൽ 30 മടപ്പള്ളിക്കടുത്ത് ഒഞ്ചിയത്താണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ജനിച്ചത്. കേരള സാഹിത്യ സമിതി നിർവാഹക സമിതി അംഗം, കേന്ദ്ര സാഹിത്യ സമിതി അംഗം, കോഴിക്കോട് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം, സംസ്ഥാന നാഷണൽ ഫിലിം അവാർഡ് ജൂറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. സ്മാരകശിലകൾ, മരുന്ന്, അലിഗഡിലെ തടവുകാരൻ, സൂര്യൻ, ദുഃഖിതർക്കൊരു പൂമരം, ഖലീഫ, കന്യാവനങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ നോവലുകളും. കത്തി, അജ്ഞൻ, ആകാശത്തിൻ്റെ മറുപുറം, മലമുകളിലെ അബ്ദുള്ള, തിരഞ്ഞെടുത്ത കഥകൾ, മരിച്ചുപോയ എൻ്റെ അപ്പനമ്മമാർക്ക്, കുപ്പായമില്ലാത്ത കഥാപാത്രങ്ങൾ, കൃഷ്ണൻ്റെ രാധ, അകമ്പടിക്കാരില്ലാതെ എന്നിവ ചെറുകഥാ സമാഹാരങ്ങളുമാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, മുട്ടത്ത് വർഗീസ് സ്മാരക അവാർഡ്, വിശ്വദീപം പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. 2017 ഒക്ടോബർ 27 അന്തരിച്ചു. നമുക്ക് വിഷയം പാഠസംഗ്രഹമാണ്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ പാഠഭാഗത്തിൻ്റെ സംഗ്രഹരൂപം മനസ്സിനകത്ത് സൂക്ഷിക്കാനുള്ള സെറ്റ് അങ്ങോട്ട് തരാം. അത് പിന്നെ എന്ത് ചെയ്യില്ല, മറന്നുപോല. മലയാള സാഹിത്യത്തിലെ അനശ്വരനായ കഥാകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കൃതിയിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ. സെറ്റാക്കി വെച്ചോ, ഉപന്യാസ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എഴുതാനുള്ള ആദ്യത്തെ ആമുഖമാണ്. മലയാള സാഹിത്യത്തിലെ അനശ്വരനായ കഥാകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കൃതിയിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ. ഒരു ഡോക്ടർ കൂടിയായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും നേർക്കാഴ്ചയാണ് ഈ കഥ. ഈ കഥാഭാഗം സമൂഹത്തിലെ 2 വ്യത്യസ്ത തലങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. ലളിതമായ ഭാഷയും മൂർച്ചയേറിയ സംഭാഷണങ്ങളുമാണ് ഈ കഥയുടെ പ്രധാന ആകർഷണങ്ങൾ. കഥയിലെ ആദ്യ ഭാഗം ഒരു സാധാരണക്കാരൻ്റെ ജീവിത ദുരിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സെറ്റാക്കിക്കൊള്ളുക. കഥയിലെ ആദ്യ ഭാഗം ഒരു സാധാരണക്കാരൻ്റെ ജീവിത ദുരിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. പോഷകാഹാരക്കുറവ് കാരണം കലശലായ ക്ഷീണമുള്ള ഒരു ശിപ്പായിയാണ് ആ ആദ്യ ഭാഗത്തിലെ രോഗി. പുല്ല് തിന്നാറുണ്ടോ എന്ന് ദേഷ്യത്തിൽ ചോദിച്ച ഡോക്ടർക്ക് ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന അയാളുടെ മറുപടി എത്രത്തോളം ദാരിദ്ര്യം രൂക്ഷമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. സെറ്റ്. അയാൾക്കുള്ള രോഗം എന്ന് പറയുന്നത് എന്താണ്? വിശപ്പാണ് എന്നും അതിനുള്ള മരുന്ന് ഭക്ഷണമാണ് എന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് ശിപ്പായിക്ക് ടോണിക്കുകളും ബിസ്ക്കറ്റുകളും നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ദാരിദ്ര്യം എത്രത്തോളം രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. രോഗം, വിശപ്പും ടോണിക്കുകളും. ഇനി രണ്ടാമത്തെ രോഗി ഇതിൻ്റെ നേർവിപരീതമാണ്. തടിച്ചു കൊഴുത്ത സ്വർണമോതിരങ്ങളും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളും അണിഞ്ഞ ധനികൻ. അദ്ദേഹത്തിന് എന്തില്ല? രോഗങ്ങളില്ല. പക്ഷെ പ്രഷറും ഷുഗറും പോലുള്ള നല്ല നല്ല രോഗങ്ങൾ അദ്ദേഹത്തിന് വേണം. സുഹൃത്തുക്കൾക്കെല്ലാം ഇത്തരം അസുഖങ്ങൾ ഉള്ളപ്പോൾ തനിക്ക് മാത്രമില്ലാത്തതിലുള്ള അപകർഷതയാണ് അദ്ദേഹത്തെ അലട്ടുന്നത്. രോഗമൊരു സ്റ്റാറ്റസ് സിംബലായി കാണുന്ന ഈ ധനികൻ്റെ കഥാപാത്രത്തിലൂടെ ഉള്ളവൻ്റെ ലോകത്തിലെ വ്യാകുലതകളെ കഥാകൃത്ത് ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നു. ഈ 2 കഥാപാത്രങ്ങളെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന സന്തുകുമാറിൻ്റെ സമീപനം ശ്രദ്ധേയമാണ്. ഒരു വശത്ത് ദാരിദ്ര്യത്തിൻ്റെ ദുരിതത്തിൽപ്പെട്ട് അവശനായവന് സഹായം നൽകുന്ന കാരുണ്യവാനായ ഡോക്ടർ, മറുവശത്ത് അനാവശ്യമായ ആഗ്രഹങ്ങളുള്ള ധനികനോട് സൗഹൃദപരമായി സംസാരിക്കുന്ന എന്നാൽ അയാളുടെ മനോഭാവത്തെ പരിഹസിക്കുന്ന സുഹൃത്തായ ഡോക്ടർ.
ഈ വൈരുദ്ധ്യങ്ങൾ കഥയെ കൂടുതൽ സജീവമാക്കുന്നു. ചുരുക്കത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന ഈ കഥാഭാഗം ദാരിദ്ര്യം, സമ്പത്ത്, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കുന്നു. പുനത്തിലിൻ്റെ തനത് ശൈലിയായ ലളിതവും സംഭാഷണാത്മകവുമായ ഭാഷയാണ് ഈ കഥയുടെ ശക്തി. സെറ്റാണല്ലോ മക്കളെ? സെറ്റ്. ദെൻ നെക്സ്റ്റ് ചോദ്യോത്തരത്തിലേക്ക് വരാം. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. ഇതാര് പറയുന്നതാണ്? ആ ദരിദ്രനായ ആള് പറയുന്നതാണ്. ഇതാര് പറയുന്നതാണ്? ആ ധനികനായ ആള് പറയുന്നതാണ്. ഇതാര് പറയുന്നതാണ്? ഡോക്ടർ പറയുന്നതാണ്. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക. ചോദ്യം എന്താണ്? ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്, പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കഥാഭാഗത്തെ സംഭാഷണങ്ങൾ കേവലം കഥാപാത്രങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്ത ജീവിതങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ കൂടിയാണ്. അവിടെ കഥാപാത്രങ്ങൾ പറയുന്ന വാക്കുകൾ, അത് കഥാപാത്രങ്ങളാണ് പറയുന്നതെങ്കിലും ആ സമൂഹത്തിൽപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളുടെ, ധനികരായിട്ടുള്ള ആളുകളുടെ, ഡോക്ടറെ പോലുള്ള ആളുകളുടെ ഒക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ശിപ്പായിയുടെ ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും ആഴം വെളിവാക്കുന്ന ഒന്നാണ് അത്. ഇനി ഡോക്ടറുടെ പരിഹാസരൂപേണയുള്ള ചോദ്യത്തിന് മറുപടിയായി വരുന്ന ഈ വാക്കുകൾ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ദൈന്യത മുഴുവൻ ഉൾക്കൊള്ളുന്നു. വിശപ്പാണ് തൻ്റെ യഥാർത്ഥ രോഗമെന്നും ഏറ്റവും വില കുറഞ്ഞതെന്ന് കരുതുന്ന പുല്ല് പോലും വാങ്ങാൻ കഴിവില്ലാത്ത അത്രയും കഠിനമായ അവസ്ഥയിലാണ് താനെന്നും അയാൾ പറയാതെ പറയുന്നു. ഈ ദയനീയമായ ജീവിതാവസ്ഥയുടെ നേർവിപരീതമാണ് കഥയിലെ ധനികൻ മുന്നോട്ട് വെക്കുന്ന ലോകം. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ആഗ്രഹം ഉള്ളവൻ്റെ ലോകത്തിലെ അർത്ഥശൂന്യതയുടെയും മടുപ്പിൻ്റെയും പ്രതീകമാണ്. യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാത്ത ജീവിതത്തിൽ രോഗമെന്നത് ഒരു കൗതുകവും സ്റ്റാറ്റസ് സിംബലുമായി മാറുന്നു. തൻ്റെ ചുറ്റുമുള്ള സമ്പന്നർക്കെല്ലാമുള്ള അസുഖങ്ങൾ തനിക്കില്ലാത്തതിലുള്ള അപകർഷതാബോധത്തിൽ നിന്നാണ് ഈ ആഗ്രഹം ഉടലെടുക്കുന്നത്. ഈ രണ്ട് വിഭിന്ന ലോകങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ഡോക്ടർ സന്തു കുമാറിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള വാക്കുകളാണ്. ഈ 3 വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഒരാൾക്ക് വിശപ്പടക്കാൻ വകയില്ലാത്തപ്പോൾ മറ്റൊരാൾ രോഗങ്ങളെ തേടി നടക്കുന്ന സാമൂഹിക വൈരുദ്ധ്യം വളരെ ശക്തമായി കഥാകൃത്ത് അവതരിപ്പിക്കുന്നു. സെറ്റായിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടി എന്ത് ചെയ്യുക? നമ്മൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക, അല്ലേ? ബാക്ക് അടിച്ച് പോയി നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കലശലായ ക്ഷീണം നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം. ഈ കലശലായ, നന്നായി, വേഗം എന്ന പദങ്ങൾ ആ വാക്യത്തിലുണ്ടാക്കുന്ന മാറ്റം എന്താണ്? ഇതെല്ലാം വിശേഷണങ്ങളാണ്. അടിവരയിട്ട പദങ്ങളായ കലശലായ, നന്നായി, വേഗം. കലശലായ ക്ഷീണം, ഇവിടെ ക്ഷീണം എന്ന നാമപദത്തെയാണ് കലശലായ എന്ന പദം വിശേഷിപ്പിക്കുന്നത്. ക്ഷീണം എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു സാധാരണ തളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കലശലായ എന്ന് ചേർക്കുമ്പോൾ ആ ക്ഷീണത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു. ഇനി നോക്കുക, പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്തു പറഞ്ഞു? നന്നായി പരിശോധിച്ചു. ഈ വാക്യത്തിൽ പരിശോധിച്ചു എന്ന ക്രിയയെയാണ് നന്നായി എന്ന പദം വിശേഷിപ്പിക്കുന്നത്. സെറ്റ്. പരിശോധിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ആ ക്രിയ നടന്നു എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ആ പരിശോധന എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമല്ല. എന്നാൽ നന്നായി എന്ന് ചേർക്കുന്നതോടെ ആ പ്രവൃത്തിയുടെ ഗുണമേന്മയും രീതിയും വ്യക്തമാവുന്നു. സെറ്റ്. ഇത് നെക്സ്റ്റ്, വേഗം എത്തിച്ചു കൊടുക്കണം. ഇവിടെ എത്തിച്ചു കൊടുക്കണം എന്ന ക്രിയയെയാണ് വേഗം എന്ന പദം വിശേഷിപ്പിക്കുന്നത്. സെറ്റാണല്ലോ? ഒരു കാര്യം എത്തിക്കണം എന്നതൊരു നിർദ്ദേശമാണ്. വേഗമെന്ന് ചേർക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യേണ്ട സമയത്തെയും വേഗതയെയും അത് സൂചിപ്പിക്കുന്നു. കാലതാമസമില്ലാതെ ഒരു കാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ വിശേഷണം വ്യക്തമാക്കുന്നത്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, പുല്ല് തിന്നാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുല്ല് തിന്നാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു പരിഹാസാത്മകമായ ചോദ്യമാണ്.
രോഗിയുടെ ദാരിദ്ര്യവും അയാളുടെ പോഷകാഹാരത്തിൻ്റെ അഭാവവുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ശാരീരിക ക്ഷീണവും പോഷകാഹാരക്കുറവ് മൂലമുള്ള അവസ്ഥയെ ഡോക്ടർ പരിഹസിക്കുന്നു. ശാരീരിക ക്ഷീണം പോഷകാഹാരക്കുറവ് മൂലമാണെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ പാല് കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. പോഷകാഹാരം കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഗി പറയുന്ന മറുപടി ഇല്ല എന്നാണ്. ആവശ്യമായ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നതിനാലാണ് ഡോക്ടർ അവസാനം പുല്ല് തിന്നാറുണ്ടോ എന്നെന്ത് ചെയ്യുന്നത് അല്പം ദേഷ്യത്തോടെയും ഹാസ്യത്തോടെയും ചോദിക്കുന്നത്. സത്യത്തിൽ അതിനുപോലും വകയില്ല എന്ന് പറയുന്ന രോഗിയിലൂടെ അവൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുന്നു. അല്പം മാത്രമായ സംഭാഷണം കൊണ്ട് വ്യക്തമായ ചിത്രം നൽകാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റാക്കിക്കൊള്ളുക. ചോദ്യം എന്താണ്? പുല്ല് തിന്നാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ഒരു പരിഹാസാത്മകമായ ചോദ്യമാണ്. രോഗിയുടെ ദാരിദ്ര്യവും അയാളുടെ പോഷകാഹാരത്തിൻ്റെ അഭാവവുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ശാരീരിക ക്ഷീണം പോഷകാഹാരക്കുറവ് മൂലമുള്ള അവസ്ഥയാണെന്ന് ഡോക്ടർ പരിഹസിക്കുന്നു. ശാരീരിക ക്ഷീണം പോഷകാഹാരക്കുറവ് മൂലമാണെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ പാല് കുടിക്കാറുണ്ടോ പോഷകാഹാരം കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഗി ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. ആവശ്യമായിട്ടുള്ള ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നതിനാലാണ് ഡോക്ടർ പുല്ല് തിന്നാറുണ്ടോ എന്ന് അല്പം ദേഷ്യത്തോടെയും ഹാസ്യത്തോടെയും ചോദിക്കുന്നത്. സത്യത്തിൽ അതിനുപോലും വകയില്ല എന്ന് പറയുന്ന രോഗിയിലൂടെ അവൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുന്നു. അല്പം മാത്രമായ സംഭാഷണം കൊണ്ട് വ്യക്തമായ ചിത്രം നൽകാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും ഈ പഴഞ്ചൊല്ല് ഈ കഥയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്ന പഴഞ്ചൊല്ല് ഈ കഥയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? പാവപ്പെട്ടവന് കഴിക്കാൻ പോലും ഒന്നുമില്ലാത്തപ്പോൾ സമ്പന്നൻ ആരോഗ്യത്തോടെയും ആഹാര സൗകര്യങ്ങളോടെയും കൂടി ചികിത്സാ പരിഗണന തേടുന്ന അവസ്ഥയാണ് ഇതിലൂടെ കാണിക്കുന്നത്. പാവപ്പെട്ടവന് കഴിക്കാൻ പോലും ഒന്നുമില്ലാത്തപ്പോൾ സമ്പന്നന് നല്ല ആരോഗ്യമുണ്ട്, അവന് എന്ത് കിട്ടണം? ചികിത്സിക്കണം, അതിന് രോഗം വേണം. സമാനമായി ഇല്ലാത്തവന് അത്യാവശ്യവും ലഭിക്കാത്തപ്പോൾ ഉള്ളവന് ആവശ്യത്തിലധികവും ലഭിക്കുന്നു എന്ന് പറയാം. ഇനി വിശദീകരിക്കാം. ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളെ ഉദാഹരിച്ചാൽ ഒരാൾക്ക് ആവശ്യമായ ഭക്ഷണം, ചികിത്സ ഒന്നും ലഭിക്കുന്നില്ല. രണ്ടാമന് ഇതെല്ലാം ഉണ്ട്, പക്ഷെ അവന് ഇനി വേണ്ടത് മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും വേണമെന്നതാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ അയാൾ തൃപ്തനല്ല. മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ സഹായമാകാൻ കഴിയുമായിരുന്നിട്ടും തൻ്റെ മാത്രം സ്വകാര്യ സുഖങ്ങൾക്ക് പിറകെയാണ് ആ വ്യക്തി. ഇവിടെ കൊടുത്ത പഴമൊഴിയിലെ ഉണ്ടവനും ഉണ്ണാത്തവനും ഈ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്. ഈ കഥയിലെ ഡോക്ടറും രണ്ട് വിധം രോഗികളും മലയാള സാമൂഹ്യ രൂപാന്തരത്തെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നതെന്ന് വിശകലനം ചെയ്യുക. ഡോക്ടറുണ്ട്, രണ്ട് വിധം രോഗികളുണ്ട്. അതിലൊരു രോഗി ആരാണ്? ദരിദ്രനാണ്. അടുത്ത രോഗി ആരാണ്? ധനികനാണ്. ഈ മൂന്ന് പേരും മൂന്ന് സമൂഹത്തിലെ തലങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എങ്ങനെ? ഡോക്ടർ ആരായിരുന്നു? ഒരു പരമ്പരാഗത സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം രോഗവും രോഗിയെയും മനസ്സിലാക്കാനാകുന്ന ആളാണ്. ആദ്യം അവഗണിച്ചെങ്കിലും പിന്നീട് സഹാനുഭൂതിയോടെ സംസാരിക്കുന്നുണ്ട് പാവപ്പെട്ട ആളോട്. ധനികനായ വ്യക്തിയോട് ഒട്ടും മുഷിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ തുടരുന്നുണ്ട്. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ധനികനായ വ്യക്തിയിൽ നിന്ന് യാതൊരുവിധ ചൂഷണത്തിന് തുനിയാതെ അവരുടെ ആ മാനസികാവസ്ഥയെ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലഘൂകരിക്കുന്നു. ഇനി ദരിദ്രനാകട്ടെ പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ്. ജീവിത പ്രതിസന്ധികളിലൂടെയുള്ള വടംവലിയിൽ പരാധീനത അനുഭവിക്കുന്ന, ശരിക്കും ചികിത്സ ആവശ്യമായ വ്യക്തി. മാനസികവും ശാരീരികവുമായി തളർച്ച നേരിടുന്ന അയാൾക്ക് അർഹമായ ആവശ്യങ്ങൾക്ക് പോലും സഹായമോ മറ്റോ ലഭിക്കുന്നില്ല. പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ്. ജീവിത പ്രതിസന്ധികളിലൂടെയുള്ള വടംവലിയിൽ പരാധീനത അനുഭവിക്കുന്ന, ശരിക്കും ചികിത്സ ആവശ്യമായ വ്യക്തി. മാനസികവും ശാരീരികവുമായി തളർച്ച നേരിടുന്ന അയാൾക്ക് അർഹമായ ആവശ്യങ്ങൾക്ക് പോലും സഹായമോ മറ്റോ ലഭിക്കുന്നില്ല. സെറ്റ്. ഇനി ധനികൻ ആരായിരുന്നു? സമ്പന്നരെ പ്രതിനിധീകരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പരാധീനതകളോ ഇല്ലാത്ത ജീവിതത്തെ ഒരു അഭിമാന പ്രദർശനമായിട്ടാണ് കാണുന്നത്. യാതൊരു വിധത്തിലും തനിക്ക് ലഭിച്ചിട്ടുള്ള സാമ്പത്തികവും ആരോഗ്യമായിട്ടുള്ള മികവുകളെ അദ്ദേഹം കാണുന്നേയില്ല.
കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ആരോഗ്യമുള്ളയാൾ ആരോഗ്യമില്ലായ്മയെ ആഗ്രഹിക്കുന്നു. ഈ 3 കഥാപാത്രങ്ങളും സമൂഹത്തിലെ വിഭജനത്തിൻ്റെ പുതിയ രീതിയാണ് വരച്ചു കാണിക്കുന്നത്. ജാതീയതയുടെയും നിറത്തിൻ്റെയും പേരിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നും പൂർണ്ണമായ സമത്വം നേടിയിട്ടില്ല എന്നതിൻ്റെ തെളിവുകളാണ് കുഞ്ഞബ്ദുള്ളയുടെ ഈ കഥാപാത്രങ്ങൾ നിലകൊള്ളുന്നത്. സെറ്റാണല്ലോ. പാഠഭാഗം വായിക്കുക, 2 തവണ ചോദ്യോത്തരം നോക്കുക. സെറ്റ്. ഓക്കെ, ക്ലാസ് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.